ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു ടിപ്പുമായിട്ടാണ്. സാധാരണ ഞാൻ എപ്പോഴും പറയാറില്ലേ, CTMP, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ ആൻഡ് പ്രൈമർ. അപ്പോൾ ചിലർക്ക് പ്രൈമർ വലിയ ഒരു ഇതില്ലാത്ത മാതിരി എൻ്റെ അടുത്ത് 2-3 പേര് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഞാൻ പ്രൈമറിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ലോങ് ലാസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി പറഞ്ഞാൽ ഇത് വന്നിട്ട് ഒരു സെറ്റിംഗ് മിസ്റ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമർ ഇല്ലെങ്കിൽ, ഇപ്പം CTM കഴിഞ്ഞതിന് ശേഷം ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ കഴിഞ്ഞതിന് ശേഷം പ്രൈമർ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സെറ്റിംഗ് സ്പ്രേ ആദ്യം ഉപയോഗിക്കാം. അപ്പൊ ഈ സെറ്റിംഗ് സ്പ്രേ നമ്മളൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് വന്നിട്ട് ഫൗണ്ടേഷനിലേക്ക് പോകാം. അപ്പൊ ഞാനിപ്പം ഇന്ന് ഫൗണ്ടേഷന് പകരം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് വന്നിട്ട് ഒരു BB ക്രീമാണ്. അപ്പൊ ഇത് അതായത് ഫൗണ്ടേഷന്റെ അത്ര തിക്നെസ് ഇല്ല, പക്ഷെ ഇതൊരു ലൈറ്റ് വെയിറ്റും കൂടെയാണ്. അപ്പൊ ഇത് നമ്മുടെ നോർമൽ നമുക്ക് സാധാ ഓഫീസിൽ പോകുന്നവർക്കോ കോളേജിൽ പോകുന്നവർക്കും പിന്നെ സാധാ ഒരു കല്യാണത്തിന്റെ ഗസ്റ്റ് ആയിട്ട് പോകുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇതും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സ്വിസ് ബ്യൂട്ടി എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. പാലറ്റിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ബാക്കിൽ തന്നെ നമുക്ക് എടുക്കാം. ഞാനിതൊന്ന് അപ്ലൈ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അതിലേക്ക് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് ഇത് അബ്സോർബ് ആകും. അപ്പൊ ഓൾറെഡി ഞാൻ വന്നിട്ട് CTM ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് പ്രൈമർ യൂസ് ചെയ്യാണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ആപ്ലിക്കേഷൻ കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ബ്രഷ് ഇല്ല, സ്പോഞ്ച് ഇല്ല, ബ്യൂട്ടി ബ്ലെൻഡർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ അതില്ലാത്തവർക്ക് കൂടി നമ്മുടെ തന്നെ കൈകൾ നമുക്ക് അതിന് യൂസ് ചെയ്യാം. പക്ഷെ കൈ ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ എടുത്തത് തികഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ചാണ് എടുത്തത്. അതായത് എപ്പോഴും ഞാൻ പറയുന്ന മാതിരി നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. കാരണം ഇത് ഒരിക്കലും നമ്മൾ ഈ ട്യൂബിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ പ്രോഡക്റ്റ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എപ്പോഴും ലെസ് ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഓരോ ഭാഗമായിട്ട് കവർ ചെയ്യുക. എപ്പോഴും മധ്യത്തിൽ, അതായത് നമ്മുടെ ചീക്സിന്റെ നടുവിൽ ഇട്ടിട്ട് അത് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഈ സോൺ മാത്രമാണ് എപ്പോഴും ഫോട്ടോസിലാണെങ്കിലും പുറത്ത് ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും എപ്പോഴും കാണുന്ന നെറ്റി, മൂക്ക്, ചിൻ, 2 ചീക്സ് ആണ്. അപ്പോൾ ആദ്യം അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിന്റെ ബാക്കി, അതായത് അതിലെ ലെഫ്റ്റ് ഓൺ വന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് കൊടുത്താലും മതി. ഇത് വളരെ ലൈറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുമാതിരി ഒരു സ്കിൻ ഫിനിഷ് അല്ല, കുറച്ചുകൂടെ എനിക്ക് കൂടുതലായിട്ട് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഒരു കോട്ട് പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇത് ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മേളിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ബേസ് ബിൽഡപ്പ് ചെയ്യാൻ പാടുള്ളൂ. കുറവാണെന്ന് തോന്നി അതിന്റെ മുകളിൽ അത് അബ്സോർബ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യരുത്. അതേമാതിരി ഇപ്പൊ നമ്മുടെ അടുത്ത് ബ്ലഷ് ഇല്ല, നമ്മൾ പ്രത്യേകം ബ്ലഷ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു പാലറ്റ്, ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ബ്ലഷിനോട് നമ്മുടെ സ്കിൻ ടോണിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഐഷാഡോ എടുത്തിട്ട് തന്നെ നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഒരു ലൈറ്റും ഡാർക്കും ആയിട്ടാണ് ഡാബ് ചെയ്തേക്കുന്നത്. എപ്പോഴും എക്സസ് ഒന്ന് തട്ടിക്കളയുക. അതേമാതിരി കണ്ണിന്റെ മേളിലേക്കും ഇതേ തന്നെ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴും ഐഷാഡോ ആപ്ലിക്കേഷന് നമ്മൾ കുറച്ച് വലിയ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് അതിങ്ങനെ കൂടുതലായിട്ട് അത് നിൽക്കുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഇങ്ങനത്തെ ഒരു വലിയ ബ്രഷ് ആകുമ്പോൾ ഇത് ശരിക്കും ബ്ലഷിന്റെ ഒരു ബ്രഷാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് തന്നെ ഐഷാഡോയിലൊക്കെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് ബ്ലെൻഡിങ് ആവും. അപ്പൊ എല്ലാ ലാർജ് ഏരിയയിലും അത് ചെന്ന് എത്തും. അപ്പൊ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഫീൽ ആകില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു സ്പോഞ്ച് വെച്ചിട്ട് ഒരിക്കൽ കൂടെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഈസി അല്ലേ? അപ്പൊ നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഡാബ് ചെയ്യുമ്പോൾ എന്താ എക്സസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബ്യൂട്ടി സ്പോഞ്ചിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലെൻഡറിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ഒരു ലിപ്സ്റ്റിക് ഇവിടെ അപ്ലൈ ചെയ്താൽ കഴിയും. ഇത് ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരിക്കലും അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. ജസ്റ്റ് മിഡിലിൽ മാത്രം ഞാനൊന്ന് കൊടുത്തിട്ടേ ഉള്ളൂ.
ഞാനൊന്ന് വിരൽ കൊണ്ടിട്ടാണ് ഇപ്പോൾ അത് ചെയ്തേക്കുന്നത്. അതല്ല, ഇതിൽ നിന്ന് കൂടുതൽ കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കളർ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിന് പകരം നമ്മുടെ വിരലുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, ഇതിന്റെ തന്നെ ബോണ്ടുകൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന, ഇല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ സിമ്പിൾ അല്ലേ? ആർക്കും മേക്കപ്പിന്റെ ബേസ് പോയിട്ട് മേക്കപ്പ് എന്തെന്ന് പോലും അറിഞ്ഞൂടാത്ത ഒരാൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്, ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത്രയും. അപ്പൊ ഇത് എല്ലാ ഓഫീസ് ഗോയിങ് ആൾക്കാർക്കും യൂസ് ചെയ്യാം, അല്ലാതെ കോളേജിൽ പോകുന്നവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രൈമറിന് പകരം സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ഹോൾഡ് ചെയ്യും. നമ്മൾ എങ്ങനെ വേർത്താലും എങ്ങനത്തെ ഒരു ഹ്യൂമിഡ് വെതർ കണ്ടീഷൻ ആണെങ്കിലും ഇത് നമ്മുടെ മേക്കപ്പ് ഒലിച്ചു പോകില്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് എന്താണെന്ന് എന്നോട് പറയുക. ഓക്കെ, ബൈ.